ബംഗ്ലാദേശിൽ പുതിയ സർക്കാർ അധികാരമേറ്റു. അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പ് ഇടക്കാല സർക്കാരിന്റെ മേധാവിയായിരുന്ന യൂനസ് ഒരു വലിയ വിടവാങ്ങൽ പ്രസംഗം നടത്തി. ആ വിടവാങ്ങൽ പ്രസംഗമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. യൂനസ് അധികാരത്തിലിരിക്കുന്ന നാളുകളിലേറെയും ഇന്ത്യക്കെതിരെ ഉള്ള പടപ്പുറപ്പാടായിരുന്നു. ഇന്ത്യക്ക് എതിരെ പല രാജ്യങ്ങളുമായി കൈകോർക്കുകയും എന്തിനേറെ ഭീകരന്മാർക്ക് താവളം വരെ ഒരുക്കിക്കൊടുത്ത നേതാവാണ് യൂനസ്. ഏതായാലും യൂനസ് അന്ന് ഉയർത്തിയ ഒരു വലിയ പ്രസ്താവന ഗ്രേറ്റർ ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിന്റെ ലക്ഷ്യം. അതായത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട്, പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു ബംഗ്ലാദേശ്, ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ളതായിരുന്നു യൂനസിന്റെ വലിയ പ്രഖ്യാപനവും സ്വപ്നവുമൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ 7 സഹോദരിമാർ, അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ സഹോദരിമാർ, 7 സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്, അവരെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഉപപ്രാദേശിക സാമ്പത്തിക ശക്തിയായി നമ്മൾ വളരണം. നമ്മളുടെ സമുദ്ര അതിർത്തി എന്ന് പറയും, നമ്മളുടെ അതിർത്തിയോട് ചേർന്ന് നടക്കുന്ന സമുദ്രം എന്ന് പറയുന്ന വെറും അതിർത്തിയല്ല, നമ്മളെ അത് സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലേക്ക് കൊണ്ടുപോകും. അതിന് മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് അവിടെ പര്യവേഷണവും ഒപ്പം തന്നെ അത് വികസിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഇവിടെ നേപ്പാളിന്റെയും ഭൂട്ടാന്റെയും ചൈനയുടെയും ഒക്കെ പേര് യൂനസ് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഈ 7 സംസ്ഥാനങ്ങളെ കൂടെ കൂട്ടിച്ചേർത്ത് വേണം ഇതിന്റെ വികസനം മുൻപോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയുമ്പോൾ യൂനസിന്റെ ലക്ഷ്യം വ്യക്തമാണ്. കാരണം അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ്. ഈ നാളുകൾ അത്രയും ഇന്ത്യയെ വെറുപ്പിച്ച് മുമ്പോട്ട് പോയ ഒരു സർക്കാർ, അതിന്റെ മേധാവി വീണ്ടും പോകുമ്പോൾ പുതിയതായി വരുന്ന ഭരണകൂടത്തിന് മുൻപിലേക്ക് അദ്ദേഹം എറിഞ്ഞിട്ട് കൊടുക്കുന്നത് താൻ ഉയർത്തിയ പ്രാദേശികവാദവും ഒപ്പം തന്നെ ബംഗ്ലാദേശ് ആരുടെ മുമ്പിൽ കീഴടങ്ങിയിട്ടില്ലെന്നും ബംഗ്ലാദേശിന്റെ അന്തസ് വാനോളം ഉയർത്തിയ നേതാവാണ് താനെന്നും കൂടി യൂനസ് പറഞ്ഞു വെക്കും. അതിന് അർത്ഥം പ്രാദേശികവാദവും ഒപ്പം തന്നെ അവിടുത്തെ മതമൗലികവാദ ഭീകര സംഘടന ഉയർത്തുന്ന വാദവുമൊക്കെ ഒരിക്കൽ കൂടി യൂനസ് പുതിയ സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ ഒരു വാള് പോലെ തൂക്കിയിട്ടിട്ടാണ് പടിയിറങ്ങുന്നത് എന്നതിൽ നിന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളം.